കണ്ണൂരിൽ ജയിൽ ചാടിയ ചാർലി തോമസിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ഇയാളെ തൃശൂരിലെ വിയൂർ സെന്റർ ജയിലിലേക്ക് മാറ്റും. അതിനിടെ ജയിലിലെ സുരക്ഷാ വീഴ്ചയാണ് ഇയാൾ ജയിൽ ചാടാൻ കാരണമായതെന്ന് ആരോപിച്ച് യുവമോർച്ച കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാർച്ചും നടത്തി. മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദേവിക, മാസങ്ങൾ നീണ്ട ആസൂത്രണം, അതിനായി ശരീരഭാരം പോലും കുറച്ച് ഒടുവിൽ ജയിൽ അധികൃതരെയും പൊതുസമൂഹത്തെയും ഞെട്ടിച്ചുകൊണ്ടൊരു ജയിൽ ചാട്ടം. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലാകുന്നു. അതാണ് ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിന്റെ ഇന്നത്തെ ഒരു സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, അതീവ സുരക്ഷയുള്ളൊരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ആ ജയിലിലെ 10B ബ്ലോക്ക്, അതായത് 10 ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെയേറെ സുരക്ഷയുള്ളൊരു ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ നിന്നാണ് ഇയാൾ ഇത്തരത്തിൽ ജയിൽ ചാടിയത്. അതിനൊരു രാവിലെ തൊട്ടുണ്ടായ സംഭവവികാസങ്ങൾ നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. അതായത് പുലർച്ചെയാണ് ഇയാൾ ഒരു 4:30-ക്ക് ശേഷമാണ് ജയിലിൻ്റെ അയാൾ കിടക്കുന്ന സെല്ലിൻ്റെ കമ്പി ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് മാറ്റിയ ശേഷം അതിലൂടെ പുറത്ത് കിടക്കുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ച ജയിലിൽ നിന്ന് ജയിൽ മോചിതരായി പുറത്തുപോയ ആളുകളുടെ ശേഖരിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു വടം പോലെ കെട്ടിയുണ്ടാക്കുന്നു. അതിനുശേഷം ഈ ഒരു മതിലിനെ കൊളുത്തിവെച്ച് അതിന് മുകളിലേക്ക് അയാൾ പിടിച്ചു കയറുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ചില ടിന്നുകൾ കമത്തി വെച്ച ആ ടിന്നിന് മുകളിൽ ചവിട്ടിയാണ് ഇയാൾ ഈ ഫെൻസിങ് ലൈനിന് മുകളിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നിട്ട് അതേ ഫെൻസിങ് ലൈനിൽ ഈ തുണികൾ കെട്ടി പുറത്തേക്ക് ഇയാൾ ഇറങ്ങി. അതിനുശേഷം ഇയാൾ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ ഈ വിവരം ഏതാണ്ട് 4:30-ക്ക് ശേഷം ഈ വിവരം വളരെ പെട്ടെന്ന് തന്നെ ജയിലധികൃതർ തിരിച്ചറിയുന്നു. ഉടൻ തന്നെ ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുന്നു. തൊട്ട് പിന്നാലെ മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയാകുന്നു. ഇയാളുടെ ചിത്രങ്ങളടക്കം വെച്ചുകൊണ്ടാണ് വലിയ വാർത്തയാകുന്നത്. 9:15 ഇയാളെ കണ്ണൂർ തളാപ്പ് ഭാഗത്ത് വെച്ച് ചില നാട്ടുകാർ കാണുന്നു. അവിടെ ആളുകൾ സംശയം തോന്നി ഇയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഗോവിന്ദച്ചാമി എന്ന് പേര് വിളിച്ചു. തുടർന്ന് ഇയാൾ ഭയന്ന് പിന്തിരിഞ്ഞു, അയാൾ ഓടുകയാണ് ചെയ്തത്. ഇയാളുടെ പിറകെ നാട്ടുകാരോടുന്നു. തൊട്ടടുത്ത ആളൊഴിഞ്ഞ പറമ്പിലേക്ക് ഇയാൾ ഓടിക്കയറുന്നു. അങ്ങനെ ആ ഭാഗത്ത് ഇയാൾ ഉണ്ട് എന്ന് വിവരം അറിഞ്ഞ് പോലീസും നാട്ടുകാരും ഒക്കെ വ്യാപകമായ തിരച്ചിൽ നടത്തുന്നു. മാധ്യമങ്ങളടക്കം ആ സ്ഥലത്തേക്ക് എത്തുന്നു. വലിയ തിരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി വാർത്ത നൽകുന്നു. ഇതിനിടയിലാണ് അതേ വീടിൻ്റെ തൊട്ടടുത്ത് സമീപമുള്ള മറ്റൊരു വീടിൻ്റെ കിണറിലേക്ക് ഇയാൾ ചാടി അവിടെ ഒളിച്ചിരിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ ഈ കിണറിലേക്ക് ഒരാൾ ചാടുന്നത് കണ്ട അയൽവാസിയായ ആൾ തന്നെയാണ് ഉടനെ പോലീസിനെ വിളിച്ച് ഈ ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിനെ പിടികൂടാൻ കാരണമായതും. ഉടൻ തന്നെ അയാളെ പോലീസ് പിടിക്കുന്നു, നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അത്തരത്തിൽ ജയിലിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു. പ്രത്യേകം ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു. തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ റിമാൻഡിൽ പോകുന്നു. പക്ഷേ കണ്ണൂർ ജയിലിലെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ ഉയർന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അയാളെ ഉടൻ തന്നെ ഈ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. കാരണം വിയൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ള മറ്റൊരു ജയിലാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇനി ഇവിടെ തുടരുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ടാണ് ഇയാളെ ഇവിടേക്ക് മാറ്റാൻ ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിരിക്കുന്നത്. അതേസമയം ഇയാൾക്ക് ജയിലിൽ നിന്നും പുറത്തു നിന്നും സഹായങ്ങൾ കിട്ടിയോ എന്നൊരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു കൈയില്ലാത്ത ഒരാൾക്ക് ഇത്തരത്തിൽ സാഹസികമായ രീതിയിൽ ജയിൽ ചാടാൻ കഴിയുമോ, അതിന് മറ്റാരുടെയെങ്കിലും പിന്തുണ കിട്ടുമോ എന്നടക്കമുള്ളൊരു സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സംശയങ്ങളുടെ പുറത്തുള്ള അന്വേഷണങ്ങളും വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജയിൽ അധികൃതരുടെ വീഴ്ച ഉണ്ടായി എന്ന് കണ്ട് 4 ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അന്വേഷണത്തിനൊടുവിൽ മറ്റ് തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതേസമയം ഈ ജയിൽ അധികൃതരുടെ വീഴ്ചയാണ്, ജയിൽ വകുപ്പിൻ്റെ വീഴ്ചയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ ആളുകൾ ബി.ജെ.പി യുവമോർച്ച നേതൃത്വം ഇവിടേക്ക് ജയിലിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. ആ മാർച്ചിൽ ഗുരുതരമായ ആരോപണങ്ങൾ ബി.ജെ.പിയുടെ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത്തരം ഒരു ജയിൽ ചാട്ടത്തിലേക്ക് സഹായിച്ച ആളുകളെ സസ്പെൻഷൻ ചെയ്യുകയല്ല, പിരിച്ചുവിടുകയാണ് വേണ്ടെന്നൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആഭ്യന്തര വകുപ്പിൻ്റെ തികഞ്ഞ പരാജയമാണെന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവിക.